ഇന്ന് സഹോദരങ്ങളെ, ലോകത്ത് നോക്ക്, മുസ്ലിമീങ്ങൾ ശിർക്കിലാണ്. തിന്മകളുടെ നേതാവായ ശിർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നു എന്ന് അവർ വാദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പുതുതായ കാര്യങ്ങൾ, ദീനിലില്ലാത്ത പുത്തനാചാരങ്ങൾ കടത്തിക്കൂട്ടുകയാണ്. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ആശയങ്ങൾ മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റുകയാണ്. ജൂതന്മാരാൽ മുസ്ലിമീങ്ങൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ജൂതന്മാരുടെ അതേ ആശയങ്ങൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ജൂതന്മാരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് ജൂതന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ. അള്ളാഹുവിന്റെ ശാപം, അള്ളാഹുവിന്റെ കോപം ജൂതനസ്രാണികൾക്ക് ഉണ്ടാകട്ടെ. എന്താണത്? അവർക്കുണ്ടാകാനുള്ള കാരണം എന്താണ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. മുസ്ലിമീങ്ങളിലേക്ക് നോക്കൂ, ഇന്ന് എത്രയെത്ര പള്ളികളാണ് ജാറം കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. എത്രയെത്ര പള്ളികളെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ശിർക്കിന്റെ കേന്ദ്രവും കേദാരവുമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളുടെ അതേ ആശയം മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുകയാണ്. പിന്നെങ്ങനെയാണ് അവർക്ക് നിന്ദതയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പീഡനങ്ങളും ലഭിക്കാതിരിക്കുക? ഇപ്പൊ ശിർക്ക് ഇവിടെ വളരെ വലുതായി പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ധിക്കരിക്കൽ, അവരെ ഉപദ്രവിക്കൽ, തിന്മകൾ വർദ്ധിക്കുകയാണ്. കുടുംബബന്ധം മുറിക്കുകയാണ്. പല രീതിയിലുള്ള അഴിഞ്ഞാട്ടവും തോന്നിവാസവും ലൈംഗികപരമായിട്ടുള്ള അരാജകത്വവും സ്വവർഗരതിയും വ്യഭിചാരവും നാട്ടിൽ വർദ്ധിക്കുകയാണ്. തിന്മകൾ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയാണ് മുസ്ലിം സമൂഹത്തെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാമാണ് മുസ്ലിമീങ്ങളുടെ പരാജയത്തിനും അവരുടെ നിന്ദ്യതയ്ക്കും കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.